നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം സംസ്ഥാന സർക്കാർ ജനക്ഷേമ പദ്ധതികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നുവെന്നാണ് അറിയിപ്പുകൾ വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായത് ക്ഷേമ പെൻഷൻ വിതരണത്തിലെ ഏറ്റവും പുതിയ തീരുമാനങ്ങളാണ്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം. 62 ലക്ഷത്തോളം ആളുകൾക്ക് സംസ്ഥാനത്ത് 1600 രൂപ വീതമാണ് എല്ലാ മാസവും സംസ്ഥാന സർക്കാർ നീക്കിവെക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം കൃത്യമായി 1600 രൂപ വീതം എല്ലാ മാസവും സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എല്ലാ മാസവും ഇത്തരത്തിൽ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയാഞ്ഞത് LDF നേട്ട തോൽവിക്ക് കാരണമായി. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇനിയും എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ LDFന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായ പെൻഷൻ വർധനവും ഉണ്ടാകുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. 1600 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് 2500 രൂപയാക്കുമെന്നായിരുന്നു LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. ഇത്തരത്തിൽ പെൻഷൻ വർധനവ് നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ജനക്ഷേമ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കിക്കൊണ്ടായിരിക്കും വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങളെ നേരിടുവാനൊരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന 2 സാധനങ്ങളുടെ വിലയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന മുളകിന് 7 രൂപയും വെളിച്ചെണ്ണയ്ക്ക് 9 രൂപയുമാണ് ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുന്നത്. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന മറ്റ് അവശ്യ സാധനങ്ങളുടെയും വിലയിൽ കുറവുകൾ വരാൻ സാധ്യതയുണ്ട്. കൃത്യമായ അറിയിപ്പിനും വാർത്തകൾക്കുമൊക്കെയായി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്